മച്ചന്മാരെ നമ്മളിന്നൊരു സ്വീകരണ വീട്ടിലാണ് എന്ന് വെച്ചാൽ കൊച്ചച്ഛൻ്റെ മോടെ കല്യാണം, എൻ്റെ പെങ്ങളുടെ കല്യാണം. അപ്പം അന്ന് നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്താണ് നമുക്ക് സുഗുണൻ എന്ന് പറയുന്ന ആൾ. ഇത് മീൻകറിയുടെ തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മീനാണ്, ചൂരയാണ് കേട്ടോ. 15 ചൂര വാങ്ങിച്ചു. ചെറിയ ചൂര ആയതുകൊണ്ട് ചെറിയ 15 ചൂര എടുത്തു കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ഒരു മീൻകറിക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ്. ബാക്കി ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഇറച്ചിക്കുള്ള സംഭവങ്ങളൊക്കെ. ഉച്ചയ്ക്ക് പൊറോട്ട ഇറച്ചിയാണ് 3 മണി. അതിനുള്ള സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഉച്ചയ്ക്കുള്ള ഊണിനുള്ള മീൻകറി തയ്യാറാക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ടുള്ള മീൻകറി. സുഗുണൻ്റെ പാചകം തന്നെ ഈ തഴവ ഏരിയയിൽ പുള്ളിയുടെ പാചകമാണ്. തഴവ സുഗുണൻ എന്നാണ് അറിയപ്പെടുന്നത്. പുള്ളിയുടെ പാചകമാണ് ഇവിടെ മെയിനായിട്ട്. എവിടെ കല്യാണമുണ്ടെങ്കിലും പുള്ളിയുടെ പാചകമാണ് മെയിനായിട്ടുള്ളത്. നല്ല പാചകമാണ്. പൊറോട്ട, ചിക്കൻ കറി, പുള്ളിയുടെ ബിരിയാണി ഇതൊക്കെയാണ് പുള്ളിയുടെ മെയിൻ ഐറ്റം. അത് നമുക്ക് ഉച്ചയ്ക്ക് എടുക്കും. ഇനി വരുന്നതായിരിക്കും. തൽക്കാലം നമുക്കിതൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ മീൻകറി ഇപ്പം നമുക്ക് കാണാം കേട്ടോ വെക്കാൻ. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ള മുളകും ബാക്കിയെല്ലാം കൂട്ടെല്ലാം ഇട്ട് കഴിഞ്ഞ് അതെല്ലാം ഒന്ന് മൂപ്പിച്ച് കുരുമുളക് പൊടി ഇട്ട് അതിന് ശേഷമുള്ള പരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല വിറകടുപ്പേ കിടന്ന് വേവുന്ന സാധനമായിട്ടോ. നമ്മൾ ഗ്യാസിലൊന്നും അല്ല ഇവർ വെക്കുന്നത്, മൊത്തം വിറകടുപ്പയിലാണ്. അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റും കാര്യങ്ങളെല്ലാം കാണും. ഒരു പ്രത്യേക വൈബാണ് ഈ പാചകത്തിൻ്റെ. പണ്ടത്തെ കൂട്ടുള്ള ഒരു രീതി തന്നെ ഏകദേശം വന്നിട്ടുണ്ട്. പഴയ രീതികളൊക്കെ പണ്ടൊക്കെ കണ്ടിട്ടില്ലേ നമ്മളിപ്പോൾ എല്ലാവരോടും ഒരുമിച്ചുള്ള പാചകവും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു രസമുണ്ട്. നമ്മൾ പിന്നെ അരയ്ക്കുകയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഗ്രൈൻഡറൊക്കെ ആയി അരയ്ക്കാനുള്ളത്. ഓരോ മെഷീൻസൊക്കെ വന്നുകൊണ്ടിരുന്നു. ജോലികൾ എളുപ്പമായി. അപ്പം മീൻ നമ്മൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീൻകറി അടാറ് മീൻകറി കേട്ടോ, രക്ഷയില്ല. പുള്ളിയുടെ പാചകം വെറൈറ്റിയാണ്. എന്താ വിറകടുപ്പിലാണ് എല്ലാം ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീര പാചകമാണ്. സുഗുണൻ തഴവ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല പാചകം വെക്കണമെങ്കിൽ പിന്നെ മീൻകറിയൊക്കെ വെക്കണമെങ്കിൽ പുള്ളിയെ വിളിച്ചാൽ മതി. പുള്ളി വിളിച്ചു തരും. ചൂരക്കറി വെന്തിരിക്കുകയാണ് ഗൈസ്. അടിപൊളി മച്ചന്മാരെ, അടി വേണ്ട ഗംഭീരമായ ചൂരക്കറിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഇത് കൊട്ടി ഒരു പിടി പിടിക്കണം. ഇതാണ് നമ്മുടെ പ്ലാന്. എന്താ നല്ല കൊഴുത്ത ആ ചാറും ആ മീൻ 2 കഷ്ണോടെ എടുത്തോട്ട് പുളിശ്ശേരി കൂട്ടിയോട്ട് അടിച്ചിട്ടുണ്ടല്ലോ. രക്ഷയില്ല മോനെ. നൈസായിട്ട് ഞാൻ വിറകടുപ്പേ കിടന്ന് തിളച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മീൻകറി. ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാചകം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. പിന്നെ അപ്പോൾ വരാം. ഓക്കെ, ബൈ, ടാറ്റാ. എത്ര രൂപയുണ്ട്?